നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ദക്ഷിണ ഉണ്ട്. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് നോക്കാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിച്ച വ്യക്തികളുടെ തനി സ്വരൂപം ഈ വ്യക്തി കാണാനിടയാകുന്നു. സത്യങ്ങൾ പലതും ചുരുളഴിയുന്നു. ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത്. തീർത്തും നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും പുറമെ ഒരുപാട് കാര്യങ്ങൾ നിഗൂഢമായി അല്ലെങ്കിൽ രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു കാര്യം ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം കൃത്യമായിട്ട് അറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെ ആയിരുന്നു. ആ ഒരു സത്യം നിങ്ങൾക്കറിയാം. പിന്നീട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്, ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് ആരാണ്, നിങ്ങളെ ദ്രോഹിക്കുന്നത് ആരാണ്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി ചോദ്യങ്ങളായിരുന്നു. പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിരുന്നില്ല. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിട്ടായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സത്യങ്ങൾ പലതും നിങ്ങൾ അറിഞ്ഞു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഈ വായനകൾ നിരന്തരമായി കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ പലതരത്തിലുള്ള അടയാളങ്ങളിലൂടെയോ, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയോ നിങ്ങൾ സത്യങ്ങൾ ഓരോന്നോരോന്നായി അറിയുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇതിനോടകം ഭൂരിഭാഗം സത്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെയധികം ആത്മീയമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ഊർജമുള്ള ലോ എനർജി ആയിട്ടുള്ള വ്യക്തികളിലേക്കുമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഓപ്പോസിറ്റ് എനർജിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ വ്യക്തി വളരെ നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ട് പോലും നിങ്ങൾ ഈ വ്യക്തിയെ ഉപദേശിക്കാനോ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനോ പല തവണയും നിങ്ങൾ ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറയുകയും, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ്, നിങ്ങൾ തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റുകാരൻ, നിങ്ങൾ പറയുന്നതാണ് തെറ്റ്, ഈ വ്യക്തിയാണ് ശരി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വ്യക്തി ആരെയൊക്കെയാണോ വിശ്വസിച്ചത്, അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പ് പോലെ, സ്വന്തം സുഹൃത്തുക്കൾ പോലെ എന്നിങ്ങനെ കൂടെ കൊണ്ടു നടന്നവർ ആരൊക്കെയാണോ അവര് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ചിന്നിച്ചിതറി തകർത്തെറിയുവാൻ കൂടുതൽ ആവേശം ഉണ്ടാക്കിയത്. കാരണം ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരാളിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാനോ, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് കൊണ്ടുവിടാനായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളാണ് ഇവിടെ ഈ ശത്രുക്കളുടെ ടാർഗറ്റായി നിൽക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും ഒരു സത്യവും അറിയാതെ, സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇതിൽ തെറ്റ് ചെയ്യുന്നത് ആരാണ്, ശരി ചെയ്യുന്നത് ആരാണ്, ആത്മാർത്ഥ സ്നേഹം ആർക്കാണ്, ആരാണ് പറ്റിക്കപ്പെടുന്നത്, ആരെയാണ് പറ്റിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാവുന്നത്. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ വയസ്സിന് ഇളയതായിരിക്കാം, അല്ലെങ്കിൽ മൂത്തതായാലും എന്തുവാണെങ്കിൽ പോലും ഈ വ്യക്തി സ്വാതന്ത്ര്യമായി ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ രണ്ട് തലങ്ങളിൽ നിന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഈ വ്യക്തി പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളിൽ നിന്നും ഈ പേഴ്സണ് ചതിയും വഞ്ചനയും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ലഭിച്ചാൽ പോലും ഈ വ്യക്തി യഥാർത്ഥ പാഠം പഠിക്കുകയുമില്ല, അല്ലെങ്കിൽ യഥാർത്ഥ സത്യം മനസ്സിലാക്കാനുള്ള കാര്യത്തിൽ വളരെയധികം ലോ എനർജിയാണ് കാണപ്പെടുന്നത്.
കുറച്ചധികം കാർമിക് സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വളരെ വളരെ അസ്വസ്ഥരായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർത്തും ഇപ്പോൾ ആരെ വിശ്വസിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലും കൺഫ്യൂഷൻസിലുമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. തീർത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തി ഇതിനോടകം നിങ്ങളുമായിട്ട് വളരെയധികം അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ശരീരം കൊണ്ട് വളരെയധികം അകലെ തന്നെയാണ്. ഒരുപക്ഷെ മനസ്സുകൊണ്ടും ഈ വ്യക്തി അത്രയും അധികം നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകാം. ഇതിൽ മുഴുവനുമായിട്ട് നമുക്ക് ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താനോ പഴികേൽപ്പിക്കാനോ സാധിക്കില്ല. കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനുമുണ്ടായിരുന്ന മറ്റു ചിലവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഏതാണ്ടും അതുപോലെ തന്നെ സംഭവിച്ചും കഴിഞ്ഞു. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉദിച്ചുയർന്നു. ഇത് എന്ത് കാരണം കൊണ്ടാണ്, ഏത് സാഹചര്യം കൊണ്ടുണ്ടായതാണ്, ആരു വഴിയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രം ഉത്തരമില്ലായിരുന്നു. പക്ഷെ തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചനയിലാണ്. ആലോചിച്ച് കിടക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ നന്നായി ഉറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളുമായിട്ട് ദിവസങ്ങളുമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി ഇപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ മാത്രം പരിപൂർണമായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്ത് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർത്തും നിങ്ങൾക്ക് വളരെയധികം യൂണിവേഴ്സിന്റെ അനുഗ്രഹമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തിയുമായിട്ട് ഇനിയൊരു പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആശിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും ആഗ്രഹത്തിന്റെയും ഫലമായി ഇവിടെ പലതരത്തിലുള്ള മുഖം മൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാഹചര്യം ഇത്രയും കാലം പ്രതികൂലമായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല വിധികളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർത്തും നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നല്ല രീതിയിൽ നിങ്ങൾക്കുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇവിടെ തീർത്തും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ശരീരം കൊണ്ട് വളരെയധികം അകലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ എന്തുകൊണ്ടോ ഒരു പ്രൊട്ടക്ഷൻ വലയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതൊരു അതീന്ദ്രിയ ശക്തി തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവമായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയായിരിക്കാം നിങ്ങളെ അത്രയും അധികം സംരക്ഷിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ മുഖം മൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയും അവരുടെ പദ്ധതികൾ പൊളിഞ്ഞിരിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയെ അത്രമേൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കാം സാഹചര്യങ്ങൾ കിടക്കുന്നുണ്ടാവുന്നത്. പക്ഷേ ആ ഒരു സാധ്യതയും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി പലരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. അതെല്ലാം ഈ വ്യക്തി മാറ്റിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവർക്ക് ഈ വ്യക്തിയോടുള്ളത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു രക്ഷകനായിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷകയായിട്ട് ആരോ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടു പേരുടെ മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം, അതായത് ഒരു പൊതുവായിട്ടുള്ളൊരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് അയച്ചിരിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. എന്തായാലും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താനും സാഹചര്യങ്ങളെ വെച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമൊക്കെ ഒരു വ്യക്തി ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്തുകൊണ്ടോ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടും കാണപ്പെടുന്നു. തീർത്തും ഇത്രയും എനർജികളാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങൾ അത്രമേൽ അപമാനിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞു, നിങ്ങളെ അവോയ്ഡ് ചെയ്തു, മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടി, നിങ്ങൾ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് ചേരുന്ന ആളല്ല എന്നുള്ളത് വരെ നിങ്ങളുടെ മുഖത്ത് നോക്കി തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനോടെല്ലാം ഈ വ്യക്തി ഓരോന്നോരോന്നായി എണ്ണി
ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തീർത്തും വളരെയധികം നീതി നടപ്പിലാക്കാൻ പോകുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിദൂരമല്ല, അത് അടുത്തെത്തിപ്പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്കാണെങ്കിലും പലതരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള ഉയർച്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തീർത്തും നിങ്ങളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ പലതരത്തിലുള്ള പ്രൊമോഷൻസ്, അതായത് ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളോടുള്ള സമീപനമാണെങ്കിലും ഇവിടെ പൊതുവായിട്ട് ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കാലാകാലങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പോലും നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാകാം. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നേർച്ചകൾ ചെയ്തിട്ടും എന്തിന് എന്നോട് ഈ ക്രൂരത എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നിട്ട് നടന്നിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾ നേറിയാണ് ജീവിച്ചിരുന്നതെങ്കിൽ പോലും ആ കണ്ണീരിനെല്ലാം ഇപ്പോൾ സന്തോഷമായി മാറാനുള്ള സാധ്യതകളാണ് അധികമായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി എന്ത് തന്നെയായാലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കും. അതുപോലെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ഷമയും മാപ്പും കൊടുക്കാനാണ് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തിക്ക് നീതി ലഭിക്കണമെന്നും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നീതിപൂർണമായിട്ടുള്ള സ്നേഹമാണെന്നുമാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.